ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോയ്സ് മീഡിയ. ഞാൻ അഡ്വക്കേറ്റ് അനിൽ റോയ്. ഇന്ന് നമ്മൾ ഒരു പുതിയ സീരീസ് തുടങ്ങാം, ഇംഗ്ലീഷ് ഗ്രാമർ 2.0. ഈ സീരീസിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളുണ്ടാവും. ഇത് ആദ്യത്തെ ക്ലാസ് ആൽഫബറ്റിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആൽഫബറ്റ് അല്ലെങ്കിൽ അക്ഷരമാലയെക്കുറിച്ചാണ്. ഏതെങ്കിലും ഒരു ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന ശബ്ദങ്ങളുടെ സിംബൽസ് അല്ലെങ്കിൽ അടിസ്ഥാന ശബ്ദങ്ങളുടെ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന അക്ഷരങ്ങളെയോ അല്ലെങ്കിൽ അടയാളങ്ങളുടെയോ കൂട്ടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്ഷരമാല എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഷയുടെ സംസാരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന ശബ്ദങ്ങളുടെ കൂട്ടത്തിനെ അല്ലേ കൂട്ടത്തിനെ അല്ലെങ്കിൽ അടിസ്ഥാന ശബ്ദങ്ങളെ പ്രതിനിധീകരിക്കുന്ന അടയാളങ്ങളോ അല്ലെങ്കിൽ അക്ഷരങ്ങളോ അതിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്ഷരമാല എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അക്ഷരങ്ങൾ ചേരുമ്പോഴാണ് നമുക്കെന്ത് കിട്ടുന്നത്? അക്ഷരമാല കിട്ടുന്നത്. അതായത് ലെറ്റേഴ്സ് ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ സിമ്പിൾസ് ചേരുമ്പോഴാണ് നമുക്ക് ആൽഫബറ്റ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്കൊന്ന് മൊത്തത്തിൽ അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് കേട്ടുപോകാം. ആൻ ആൽഫബറ്റ് ഈസ് എ സെറ്റ് ഓഫ് ലെറ്റേഴ്സ്. അപ്പോഴത് നമുക്കറിയാം ഒരു കൂട്ടം ലെറ്റേഴ്സാണ്, ഓർ സിമ്പിൾസ് അല്ലെങ്കിൽ സിമ്പിൾസ് ആണ്. യൂസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ലാംഗ്വേജ്, ഒരു പ്രത്യേക ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സിൻ്റെയോ സിമ്പിൾസിൻ്റെയോ കൂട്ടമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? ടു റിപ്രസെൻറ്റ്, പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനെ? ദി ബേസിക് സൗണ്ട്സ് ഓഫ് സ്പീച്ച്. അതായത് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അടിസ്ഥാനമായിട്ടുള്ള സൗണ്ടുകളെ പ്രതിനിധീകരിക്കുന്ന അക്ഷരങ്ങളോ അടയാളങ്ങളോ അതിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്ഷരമാല അല്ലെങ്കിൽ ആൽഫബറ്റ് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നമുക്ക് 26 അക്ഷരങ്ങളാണുള്ളത്, എ ടു ഇസഡ് വരെ. അതുകൂടാതെ നമുക്കൊരു സിമ്പൽ കൂടെ ഉണ്ട്, ആംബർസാൻഡ് എന്ന് വിളിക്കുന്ന ഒരു സിമ്പൽ കൂടി നമുക്കുണ്ട്. ആൻഡ് എന്ന് എഴുതാൻ ഉപയോഗിക്കുന്ന ഈ ആംബർസാൻഡ് എന്ന് പറയുന്ന സിമ്പലാണ് ആംബർസാൻഡ്. ഓക്കെ, എഴുതുന്നത് ആംബർസാൻഡ് എന്നാണ്, പക്ഷേ വായിക്കുന്ന ആംബർസാൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആൽഫബറ്റിനെ പറ്റി പറയാനുള്ളത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മൾ പറഞ്ഞ ലെറ്റേഴ്സിൻ്റെ കൂട്ടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശരിയല്ലേ? അത് എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? 26 ലെറ്റേഴ്സ് ഉണ്ടെന്നാണ്. എ ടു ഇസഡ് വരെയുള്ള 26 ലെറ്റേഴ്സ്. ആംബർസാൻഡ് ഒരെണ്ണം കൂടെ ചേർന്ന് 27 എണ്ണം ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു മനസ്സിലായി. ഓക്കെ, പക്ഷേ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ലെറ്റേഴ്സിനെയെല്ലാം നമ്മൾ പറയുന്നത് പോലെ തന്നെയല്ല ഉച്ചരിക്കുന്നത്. ശരിയല്ലേ? എ എന്ന് പറയുന്ന സൗണ്ട് ഒരു വേർഡിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എ എന്നല്ല ഉപയോഗിക്കുന്നത്, ആ എന്നായിരിക്കും ഉപയോഗിക്കുന്നത്. ആ, ശരിയല്ലേ? ബി എന്നുള്ള സൗണ്ടിനെ, ബി എന്നുള്ള ലെറ്ററിനെ നമ്മളൊരു വേർഡിൽ വരുന്ന ബ് എന്നുള്ള സൗണ്ടായിരിക്കും അതിന് വേണ്ടി എടുക്കുന്നത്. ശരിയല്ലേ? അപ്പം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ലെറ്റേഴ്സിനെ നമ്മൾ എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതുമാതിരിയല്ല അതിൻ്റെ ശബ്ദങ്ങൾ. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ ഓരോ ശബ്ദത്തിനും നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഉച്ചരിക്കുന്ന ഓരോ ലെറ്ററിനും നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ശബ്ദത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൊണീം എന്ന് പറയും. ശരിയല്ലേ? അത് അന്തർദേശീയ തലത്തിൽ ഒരു വേർഡ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അക്ഷരം എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, അതിൻ്റെ സൗണ്ട് എന്തായിരിക്കും എന്ന് മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ്. അപ്പം നമുക്ക് 2 ആൽഫബറ്റ് ഉണ്ട്. ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്ത് ലെറ്റേഴ്സിൻ്റെ ഒരു ആൽഫബറ്റ് ഉണ്ട്, ഫൊണീംസിൻ്റെ ഒരു ആൽഫബറ്റ് ഉണ്ട്. ഫൊണീം എന്ന് വെച്ചാൽ എന്താണ്? സൗണ്ടാണ്. എന്താണ് ഒരു ലെറ്ററിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉച്ചാരണം എന്ന് പറയുന്നതിനെയാണ് സൗണ്ട് എന്നാണ്, ശബ്ദം എന്താണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ഫൊണീം എന്ന് പറയുന്നത്. ആ ഫൊണീമിനെ കൊണ്ടുള്ള ഒരു ആൽഫബറ്റ് ഉണ്ട്. ആ ഫൊണീമുകളുടെ എല്ലാത്തിനെയും അവിടെ കൂട്ടത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫൊണീമിക് ആൽഫബറ്റ്. ഇത് ഇൻ്റർനാഷണലായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഈ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പലരും അവരവരുടെ ആക്സെൻറ്റിന് അനുസൃതമായിട്ട് ഇതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിപ്രസെൻറ്റ് ദി സൗണ്ട്സ് ഫൊണീംസ് ഓഫ് സ്പോക്കൺ ലാംഗ്വേജ്. സംസാരിക്കുന്ന ഭാഷയിലെ ഓരോ ശബ്ദത്തിനും ഓരോ സൗണ്ടുണ്ട്. ആ സൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫൊണീം എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷ് ഹാസ് അബൌട്ട് 44 ഡിസ്റ്റിങ്ക്റ്റ് ഫൊണീംസ്. ഇംഗ്ലീഷിൽ ഏതാണ്ട് 44 സൗണ്ടുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദി ആക്സെൻറ്റ് ഓർ ഡയലക്റ്റ്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ആക്സെൻ്റ് അനുസരിച്ച്, നമ്മൾ സംസാരിക്കുന്ന രീതി അനുസരിച്ചോ, ഓരോ നാട്ടിലും ഉപയോഗത്തിലിരിക്കുന്ന രീതി അനുസരിച്ചോ ഈ 44 സൗണ്ടിൽ ചിലപ്പോൾ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യും. പക്ഷേ സാധാരണഗതിയിൽ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾ ഉപയോഗിക്കുന്നത് 44 ഡിസ്റ്റിങ്ക്റ്റ് ഫൊണീംസാണ്. അതായത് വ്യക്തമായ 44 ഫൊണീംസിനെ ഉപയോഗിച്ചാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ സൗണ്ട് 44 ഫൊണീംസ് എന്ന് പറയുന്നത് 44 എന്ന സൗണ്ടിനെയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ലെറ്റേഴ്സ് 26 പ്ലസ് ആംബർസാൻഡ് എന്ന് പറയുന്ന ആൻഡിനെ കാണിക്കുന്ന ആ ഒരു സിമ്പിൾ എടുത്ത് 27 എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 26+1 എന്ന് പറയാം. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഫൊണീം എന്ന് പറയുന്നത് 44 എണ്ണം, ശരി, 44 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞെന്താ ഫൊണീമിൻ്റെ എന്താണ് ഡെഫിനേഷൻ നോക്കാം. എ ഫൊണീം ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ എ ലാംഗ്വേജ്. ഒരു ഭാഷയിലുള്ള സൗണ്ടിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൊണീം. എ ഫൊണീം ഈസ് ദി സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ എ ലാംഗ്വേജ്. ഫൊണീംസ് റിപ്രസെൻറ്റ് ദി സൗണ്ട്സ് വി മേക്ക് വെൻ വി സ്പീക്ക്. അപ്പോൾ ഫൊണീംസ് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ഫൊണീം എന്ന് പറയുന്നത്. ആദ്യമേ നമ്മൾ പറഞ്ഞ എന്താ ഫൊണീം എന്ന് പറയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റാണെന്ന് പറയും. പിന്നെ നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ പുറപ്പെടുവിക്കുന്ന ഓരോ സൗണ്ടിനും പ്രതിനിധീകരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന, നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സൗണ്ടിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് ഫൊണീം എന്ന് വിളിക്കുന്നത്. ദേ ഡോണ്ട് ഡയറക്ട്ലി കറസ്പോണ്ട് ടു ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് ഇൻ ആൻ ആൽഫബറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഡയറക്ട്ലി കറസ്പോണ്ട്. എന്തായാലും ആ ലെറ്ററിനെ നമ്മൾ വായിക്കുന്ന എ എന്നായിരിക്കും, പക്ഷേ എന്തായിരിക്കും അതിൻ്റെ സൗണ്ട് എന്തുമായിരിക്കും, എ എന്നായിരിക്കില്ല, എ എ എന്നായിരിക്കും. ബിയുടെ സൗണ്ട് എന്തായിരിക്കും, ബ് ബ് എന്നായിരിക്കും. സിയുടെ സൗണ്ട് എന്തായിരിക്കും, ക് ക് എന്നായിരിക്കും വരുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന ലെറ്ററിനെ വായിക്കുന്ന സി എന്നാണ്, പക്ഷേ അതിൻ്റെ സൗണ്ട് എന്താ, ക് എന്നാണ്. അപ്പോൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ദേ ഡോണ്ട് ഡയറക്ട്ലി കറസ്പോണ്ട് ടു ദി ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് ഇൻ ആൻ ആൽഫബറ്റ്. ഒരു ആൽഫബറ്റിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ അതിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കണം എന്നില്ല. ഇംഗ്ലീഷ് ഹാസ് 44 ഡിസ്റ്റിങ്ക്റ്റ് ഫൊണീംസ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് എത്ര ഫൊണീംസ് ഉണ്ട്, 44 ഫൊണീംസ് ഉണ്ട്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഫൊണീംസിനെ നമുക്ക് പല കാറ്റഗറികളായിട്ട് തിരിക്കാം. പ്രധാനമായിട്ട് 2 കാറ്റഗറിയാവുള്ളൂ. ആ 2 കാറ്റഗറിയിൽ തന്നെ പലതരത്തിലുള്ള കാറ്റഗറികളുണ്ട്. അത് നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യമേ നമ്മൾ പറഞ്ഞത് ഫൊണീംസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു മെയിൻ ടൈപ്സ്, വോവൽ ഫൊണീംസ് ആൻഡ് കൺസണൻറ്റ് ഫൊണീംസ്. 2 തരം ഫൊണീംസ് ഉണ്ട്. വോവൽ ഫൊണീംസും ഉണ്ട്, കൺസണൻറ്റ് ഫൊണീംസും ഉണ്ട്. നമ്മറിയാം വോവൽ ലെറ്റേഴ്സും ഉണ്ട്, കൺസണൻറ്റ് ലെറ്റേഴ്സും ഉണ്ട്. ഇവിടെ എന്തുകൊണ്ട് വോവൽ ഫൊണീംസും ഉണ്ട്, കൺസണൻറ്റ് ഫൊണീംസും ഉണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാം. വോവൽ ഫൊണീംസ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്, ഏതാണ്ട് 20 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്, ഷോർട്ട് വോവൽസ് 7 എണ്ണം, ലോങ് വോവൽസ് 5 എണ്ണം, ഡിഫ്തോങ്സ് അല്ലെങ്കിൽ ഗ്ലൈഡിങ് വോവൽസ് 8 എണ്ണം. അങ്ങനെ വോവൽ ഫൊണീംസ് എന്ന് പറയുന്നത് 20 എണ്ണം ഉണ്ട്. വോവൽ ലെറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം എത്ര എണ്ണേ ഉള്ളൂ, 5 എണ്ണം ഉണ്ട്. അതെല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് ഞാനത് പ്രത്യേകമായിട്ട് കോട്ട് ചെയ്തില്ല. 5 വോവൽസും ബാക്കിയുള്ളത് എത്ര, 21 കൺസണൻസും ആണുള്ളത്, ശരിയല്ലേ? പക്ഷേ വോവൽ ഫൊണീംസ് വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ ടോട്ടൽ 44ആണ്. അപ്പോൾ 20 എണ്ണം വോവൽ ഫൊണീംസ്, 24 എണ്ണം കൺസണൻറ്റ് ഫൊണീംസുമാണ്. ഈ വോവൽ ഫൊണീംസിനെ നമ്മൾ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഷോർട്ട് വോവൽസ് എന്ന് പറയും, ലോങ് വോവൽസ് എന്ന് പറയും, ഗ്ലൈഡിങ് വോവൽസ് അല്ലെങ്കിൽ ഡിഫ്തോങ്സ് എന്ന് പറയും. ഷോർട്ട് വോവൽസ് 7 എണ്ണം ഉണ്ട്, ലോങ് വോവൽസ് 5 എണ്ണം ഉണ്ട്, ഡിഫ്തോങ്സ് അല്ലെങ്കിൽ ഗ്ലൈഡിങ് വോവൽസ് 8 എണ്ണം ഉണ്ട്. അങ്ങനെ 7, 5, 12 തൊട്ട് 20 എണ്ണം. കൺസണൻറ്റ് ഫൊണീംസ് എന്ന് പറയുന്നത് 24 എണ്ണം ഉണ്ട്, ശരിയല്ലേ? അതിനകത്ത് തന്നെ വോയിസ്ലെസ് കൺസണൻസ് 9 എണ്ണം ഉണ്ട്, വോയിസ്ഡ് കൺസണൻസ് 8 എണ്ണം ഉണ്ട്, നെയ്സൽസ് എന്ന് പറയുന്ന 3 എണ്ണം ഉണ്ട്, ലിക്വിഡ്സ് ആൻഡ് ഗ്ലൈഡ്സ് എന്ന് പറയുന്ന 4 എണ്ണം ഉണ്ട്. അങ്ങനെ മൊത്തം 27, 9 × 17, 3, 20, 24, 24. അങ്ങനെ ഇത്രയാണ് വോവൽ ഫൊണീംസ് ഉള്ളത്. ഫൊണീംസിനെ നമ്മൾ ആദ്യമേ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു, വോവൽ ഫൊണീംസ് എന്ന് കൺസണൻറ്റ് ഫൊണീംസ് എന്ന്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, അടുത്തതായിട്ട് നമ്മൾ പറയാം ഷോർട്ട് വോവൽസ് ഉണ്ട്. വോവൽ ഫൊണീംസിനെ നമുക്ക് ആ 20 എണ്ണത്തിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഷോർട്ട് വോവൽസ് 7 എണ്ണം, ലോങ് വോവൽസ് 5 എണ്ണം, ഡിഫ്തോങ്സ് അല്ലെങ്കിൽ ഗ്ലൈഡിങ് വോവൽസ് 8 എണ്ണം. കൺസണൻറ്റ് ഫൊണീംസ് 26 എണ്ണം ഉണ്ട്. അതിനെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. വോയിസ്ലെസ് കൺസണൻസ് 9 എണ്ണം, വോയിസ്ഡ് കൺസണൻസ് 8 എണ്ണം, നെയ്സൽസ് 3 എണ്ണം, ലിക്വിഡ്സ് ആൻഡ് ഗ്ലൈഡ്സ് എന്ന് പറയുന്നത് 4 എണ്ണം. അങ്ങനെ മൊത്തം 24 എണ്ണം ഉണ്ട്, ശരിയല്ലേ? ഇനി നമുക്ക് നോക്കാം. ഇത് പറയുന്ന കൂട്ടത്തിൽ ഞാനിത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വോവൽസ് ആൻഡ് കൺസണൻസിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. വോവൽസ് ആൻഡ് കൺസണൻസ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിനെ 2ആയിട്ട് തിരിക്കാം. വോവൽസ് എന്നും കൺസണൻസ് എന്നും തിരിക്കാം. വോവൽസിനകത്ത് വരുന്ന ഏതൊക്കെയാണ്, എ, ഇ, ഐ, ഒ, യു. കൺസോണൻസിനകത്ത് വരുന്ന ഏതൊക്കെയാണ്, എ, ഇ, ഐ, ഒ, യു അല്ലാത്ത ബാക്കിയുള്ള 21 എണ്ണം ഇതിനകത്ത് വരുന്നതാണ് കൺസോണൻസിനകത്ത് വരുന്നത്. ആംബർസാൻഡിനെ നമുക്ക് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞു, അത് ഓൾറെഡി പറഞ്ഞു, അതൊരു സിമ്പിളാണ്. നമ്മളതിനെ ലെറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. പക്ഷേ ആൻഡ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്ത് ചേർത്തു എന്നുള്ളതുള്ളൂ. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പാർട്ട് ഓഫ് ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇഫ് യു ഡോണ്ട് വാണ്ട് യു ക്യാൻ ഓൾസോ അവോയ്ഡ്. അത് നിങ്ങളുടെ ഇഷ്ടം.
ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.